ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. ഇറാഖിൽ വെടിമുഴങ്ങിയാൽ മോദി ഭയക്കേണ്ടതുണ്ടോ? പ്രധാന വാർത്തകൾ. ഇറാഖിൽ ബന്ദിയാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ സുരക്ഷയെക്കുറിച്ച് ഉറപ്പു പറയാനാകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ബന്ദിയാക്കപ്പെട്ടവർ എവിടെയാണെന്ന് മനസ്സിലായെന്നും വിദേശകാര്യ വക്താവ്. വിമതരെ നേരിടാൻ അമേരിക്ക വ്യോമാക്രമണം നടത്തണമെന്ന് ഇറാഖിന്റെ അഭ്യർത്ഥന. ബറാക് ഒബാമ മുതിർന്ന സെനറ്റ് അംഗങ്ങളുടെ യോഗം വിളിച്ചു. അനാഥാലയ വിവാദത്തിൽ മന്ത്രി എം കെ മുനീറിനെതിരെ രമേശ് ചെന്നിത്തല. മനുഷ്യക്കടത്ത് കേസെടുത്തതിന് മറുപടി പറയേണ്ടത് എം കെ മുനീർ എന്ന ആഭ്യന്തരമന്ത്രി. കേസെടുത്തത് മുനീറിന്റെ വകുപ്പിന് കീഴിലുള്ള CWCയുടെ ആവശ്യപ്രകാരം. ചെന്നിത്തലയുടെ പ്രതികരണം മീഡിയ വൺ വ്യൂ പോയിന്റിൽ. കേസിൽ CBI അന്വേഷണം ആയിക്കൂടെയെന്ന് ഹൈക്കോടതി. ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷണെതിരെ അന്വേഷണം വേണമെന്ന് VS അച്യുതാനന്ദൻ. സ്വത്ത് വിവരം സർക്കാരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും VS. ആരോപണങ്ങൾ വസ്തുതകൾ അറിയാതെയെന്ന് ഭരത് ഭൂഷന്റെ മറുപടി. സംസ്ഥാനത്ത് ഭരണസ്തംഭനമില്ലെന്ന് മുഖ്യമന്ത്രി. ഗവർണർമാരെ പുറത്താക്കാനുള്ള കേന്ദ്ര നീക്കത്തിന് തിരിച്ചടി. ഗവർണർമാരെ ഒരുമിച്ച് മാറ്റാനാകില്ലെന്ന് രാഷ്ട്രപതിക്ക് നിയമോപദേശം. സർക്കാർ മാറുന്നതിനനുസരിച്ച് ഗവർണർമാരെ മാറ്റാനാകില്ല. മാറ്റണമെങ്കിൽ ഓരോരുത്തരെ പറ്റിയും അന്വേഷണം ആവശ്യമാണെന്നും നിയമോപദേശം. ഇറാഖിൽ വിമതർ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യക്കാരെ ബന്ദികളാക്കി വെച്ച സ്ഥലം കണ്ടെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ ഇവരുടെ സുരക്ഷയെക്കുറിച്ച് ഉറപ്പു പറയാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ പറഞ്ഞു. ഇറാഖിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും അറിയിച്ചു. ഇറാഖിൽ ബന്ദികളാക്കപ്പെട്ട 40 ഇന്ത്യക്കാർ എവിടെയാണെന്ന് കണ്ടെത്തിയതായി ഇറാഖ് സർക്കാരാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത്. ബന്ദികളാക്കിയ ഇന്ത്യക്കാരെക്കുറിച്ച് റെഡ് ക്രോസ് കൈമാറിയ വിവരങ്ങൾ ഇറാഖ് സർക്കാർ സ്ഥിരീകരിക്കുകയായിരുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ അറിയിച്ചു. We have been informed by the Iraqi Foreign Ministry that they also have been able to determine the location of where these abducted Indian nationals are being held captive with workers of a few other nationalities. എന്നാൽ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ എവിടെയാണ് ഇവർ ഉള്ളതെന്നോ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും അക്ബറുദ്ദീൻ പറഞ്ഞു. ഇവരുടെ സുരക്ഷയെക്കുറിച്ച് ഒരു ഉറപ്പും ഇറാഖ് സർക്കാർ നൽകിയിട്ടില്ല. ഇറാഖിലെ വിമാനത്താവളങ്ങൾ അടയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ മാത്രമേ സൈന്യം ഉൾപ്പെടെയുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കുകയുള്ളൂ. ഇന്ത്യയുടെ പ്രതിനിധിയായ സുരേഷ് റെഡ്ഡി സ്ഥിതിവിവരങ്ങൾ അന്വേഷിക്കാൻ ഇറാഖിലെത്തിയതായും അക്ബറുദ്ദീൻ അറിയിച്ചു. അതിനിടെ ഇറാഖിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമവും നടത്തുമെന്നും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടാവില്ലെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾ തന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കുമെന്നും സുഷമ സ്വരാജ് മാധ്യമങ്ങളെ അറിയിച്ചു. മീഡിയ വൺ, ഡൽഹി. വിദേശകാര്യ വിദഗ്ധൻ നവാസ് നിസാർ ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട്. മാധ്യമപ്രവർത്തകരായ PK നിയാസ് ഖത്തറിൽ നിന്നും സ്റ്റാൻലി ജോണി തൃശൂർ സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം നവാസ് നിസാറിലേക്ക്. നവാസ് നിസാർ, ഇറാഖിൽ വിമതസേന ബാഗ്ദാദിനോട് അടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ബറാക് ഒബാമയുടെ ആദ്യ പ്രതികരണം ഇപ്പോൾ ഇടപെടാൻ സമയമായിട്ടില്ല, കാരണം എണ്ണ വിതരണത്തെ കാര്യമായി ഇത് ബാധിച്ചിട്ടില്ല എന്നാണ്. എണ്ണ വിതരണത്തെ ബാധിക്കുമ്പോൾ, അങ്ങനെ ബാധിച്ചാൽ അമേരിക്ക ഇടപെടും എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പായിട്ടും, തീർച്ചയായും ഇടപെടും. കാരണം ഒന്നുകിൽ അമേരിക്ക ഇടപെടും, അല്ലെങ്കിൽ അമേരിക്ക പിന്നിൽ നിന്നും ചരട് വലിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നീക്കം ഉണ്ടാകും. ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു മാതാവിനെ തന്നെ കാണാൻ ചാൻസ് ഉണ്ട്. അമേരിക്കൻ പിന്തുണയോടുകൂടിയുള്ള ഒരു ഇറാനിയൻ സൈനിക ഇടപെടലുണ്ടാവാം. പക്ഷേ ഈ അമേരിക്ക ഇടപെടുമോ എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിലുള്ളത്, എണ്ണ വിലയെ ബാധിച്ചാൽ മാത്രമേ ഇടപെടൂ എന്നൊരു മെസ്സേജ് വളരെ അപകടകരമായൊരു മെസ്സേജാണ് ബറാക് ഒബാമ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻസിയിലെ ഒരു അശ്രദ്ധയോടുകൂടിയുള്ള ഒരു പരാമർശമാണത്. കാരണം അതെന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? കാരണം എണ്ണ വില ഇടപെട്ടാൽ മാത്രമേ അതിലിടപെടൂ എന്ന്, അതാണ്. കാരണം താങ്കൾ പറഞ്ഞ കോട്ട് ചെയ്ത പ്രസ്താവനയുടെ രണ്ടാം ഭാഗം അതാണ്. ഇപ്പോൾ ഇടപെടാറായിട്ടില്ല, കാരണം എണ്ണ വിലയെ ഇത് ബാധിച്ചു. ഇടപെടുന്ന കാര്യത്തിലും ഒരു ആശങ്കയോടെയാണ് ബറാക് ഒബാമ പ്രതികരിച്ചത്. കാരണം കോൺഗ്രസിലെ ഭൂരിഭാഗം അംഗങ്ങളും ഇറാഖിൽ സൈന്യം ഇനി ഇറങ്ങുന്നതിനെ അനുകൂലിക്കുന്നില്ല എന്ന് വൈറ്റ് ഹൗസും ഒബാമ തന്നെയും വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും ആശങ്ക മാത്രമല്ല, കൃത്യമായ ഒരു പരിഭ്രാന്തിയുണ്ട് ഇടപെടുന്നതിന്. കാരണം സംഭവം അവരവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് അമേരിക്ക. അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റി സദ്ദാമിനെ പുറത്താക്കിയെങ്കിലും പക്ഷേ കൃത്യമായ പേരുദോഷം സമ്പാദിച്ചിട്ടാണ് അമേരിക്കൻ സൈന്യം ഇറാഖിൽ നിന്നും തൽക്കാലത്തേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ 2002 സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ ഇറാഖിൽ സൈനികമായി ഇടപെടുന്നതിനെ എതിർത്ത സെനറ്ററാണ് ഇല്ലിനോയിലുള്ള ബറാക് ഒബാമ. അപ്പോൾ ആ ഒരു തീരുമാനത്തിൻ്റെ ഒരു തുടർച്ച അദ്ദേഹത്തിന് കാണണം. മാത്രമല്ല അമേരിക്ക
ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ അമേരിക്ക അവരുടെ ആഭ്യന്തര സാമ്പത്തിക തകർച്ചയും അതിജീവിച്ച് വരുന്നതേ ഉള്ളൂ. അമേരിക്കയുടെ ഇൻ്റലിജൻസ് ക്രെഡിബിലിറ്റിയും സൈനിക വിശ്വസ്തതയും സാമ്പത്തിക ഭദ്രതയും 6-7 വർഷത്തോളം നീണ്ടുനിന്ന അവരുടെ ഇറാഖി അധീശത്വം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനെ എതിർത്തു എന്നുള്ളതാണ് സത്യത്തിൽ ബരാക് ഒബാമയെ പ്രസിഡൻ്റാക്കി എത്തിച്ചത്. ഹിലാരി ക്ലിൻ്റൺ ഇറാഖിലെ സൈനിക നടപടിയെ അനുകൂലിച്ചു, ബരാക് ഒബാമ എതിർത്തു എന്നുള്ള ആ ഒരു വളരെ ഫണ്ടമെൻ്റലായ ഒരു ഡിഫറൻസാണ് അവരെ സൈന്യത്തിലെത്തിച്ചത്. പിന്നെ ഇപ്പോഴും അമേരിക്കക്ക് ഇറാഖ് ഒരു പേടി സ്വപ്നം തന്നെയാണ്. അമേരിക്ക എന്നാലും ഡയറക്റ്റായിട്ട് ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സുന്നി വിമതർ ആണ് ബാഗ്ദാദിലേക്ക് ഇപ്പോൾ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ബാഗ്ദാദ് പിടിക്കുമോ എന്ന ആശങ്ക ഇനിയും ഒഴിഞ്ഞിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ ഇക്കാര്യത്തിൽ നിലപാട് വളരെ നിർണായകമാണ്. കാരണം ഇറാഖിലെ പെട്രോളിയം ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടായാൽ അത് അന്താരാഷ്ട്ര വിപണിയെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കിയായിരിക്കും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവുക എന്ന സൂചനയാണ് ഒബാമ നൽകിയത്. പക്ഷേ ഇറാഖിൽ ഒരു സൈനിക ഇടപെടലിന് കോൺഗ്രസിലെ ഭൂരിഭാഗം അംഗങ്ങളും എതിര് നിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇറാഖിൽ നൂരി അൽ മാലിക്കിയെ മാറ്റി പകരം എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം വൈറ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ഒരു സൈനിക പരിഹാരത്തേക്കാൾ ഒരു സുസ്ഥിര സർക്കാർ ഉണ്ടാക്കി തീവ്രവാദികളെ നേരിടാനുള്ള ഒരു ദീർഘകാല പദ്ധതിക്കാണ് അമേരിക്ക രൂപം നൽകുന്നത് എന്ന് വിശ്വസിക്കാമോ? ശ്രീ നവാസ് നിസാർ സൂചിപ്പിച്ച് അതിൽ നിന്ന് ഞാൻ തുടങ്ങാം. തീർച്ചയായിട്ടും അമേരിക്ക സൈനികമായി ഇടപെടാൻ യഥാർത്ഥത്തിൽ മടിക്കുന്നെന്നത് ശരിയാണ്. കാരണം അമേരിക്കക്ക് അതിന് തക്കമായ ന്യായമുണ്ട്. കാരണം മുൻ അനുഭവങ്ങൾ അമേരിക്ക അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അതേസമയം താങ്കൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്കക്ക് അഭിമതരായ ചില ഷിയ വിഭാഗം നേതാക്കൾ ഇറാഖിലുണ്ട് എന്നത് വസ്തുതയാണ്. നമുക്കറിയാമല്ലോ, അമേരിക്ക ആദ്യം പ്രതിഷ്ഠിച്ച ഇയാദ് അല്ലാവി, അതുപോലെ തന്നെ അഹമ്മദ് ഷെലബി തുടങ്ങിയ ആളുകൾ ഷീ വിഭാഗക്കാരാണെങ്കിലും അറിയപ്പെടുന്ന സെക്യുലറിസ്റ്റുകളാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പരിഹാരത്തിന് അമേരിക്കന്റെ അകത്തു നിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ശരിയാണ്. സെനറ്റിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ഒബാമയോട് ഈ ഒരു തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ ഷെലബി ആവട്ടെ, അല്ലെങ്കിൽ ഇയാദ് അല്ലവിയോ അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കന്മാരാവട്ടെ, അവരൊക്കെ തന്നെ ഇറാന് എതിരായ ഒരു നിലപാടുള്ള ആളുകളുമാണ്. മാത്രമല്ല ഇപ്പോഴുള്ള ഭരണാധികാരി നൂരി അൽ മാലിക്കിയുടെ ശക്തരായ വിരോധികളുമാണ്. നൂരി അൽ മാലിക്ക് നേതൃത്വം നൽകുന്ന ദഅവ പാർട്ടിയുമായി ഒരു നിലയ്ക്ക് യോജിക്കാത്ത ആളുകളാണ് ഇവർ. അപ്പോൾ മാലിക്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അധികാരത്തിലേറിയ മുതൽ 2006 അദ്ദേഹം അധികാരത്തിലേറി. 8 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം 3ാം ഊഴം തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഈ കാലയളവിലുള്ള ഭരണത്തിൽ അതിശക്തമായ പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണമുണ്ടായത്. അദ്ദേഹം യഥാർത്ഥത്തിൽ സുന്നികളെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ സുന്നികളെ പൂർണ്ണമായും അരികിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മേജർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഭരണത്തിന്റെ പ്രമുഖമായ മേഖലകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സമീപനം സ്വീകരിച്ചാണ് പ്രശ്നമുണ്ടാകാൻ കാരണം. മാത്രമല്ല നമുക്കറിയാം ഇറാഖിലെ വൈസ് പ്രസിഡന്റ് താരിഖ് അൽ ഹാഷ്മി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന സുന്നി നേതാവാണ് എന്ന് മാത്രമല്ല അദ്ദേഹം സദ്ദാമിന്റെ കാലത്ത് സൈനിക നേതൃത്വത്തിലുള്ള ആളുകൾ കൂടിയായിരുന്നു ഇദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിനെതിരെ വധശിക്ഷ പോലും ഏർപ്പെടുത്തി. നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്തെ നിലവിലുള്ള വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ അറിയപ്പെടുന്ന നേതാവിനെ വധശിക്ഷയ്ക്ക് വിളിക്കുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടുകളില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ താരിഖ് അൽ ഹാഷ്മി ആകട്ടെ, ഇപ്പോൾ അദ്ദേഹം ഇറാഖിന് പുറത്താണ്. അദ്ദേഹം ഇവരുമായി ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ വിമതരുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ സൊല്യൂഷനാണ് ആവശ്യം. അതുകൊണ്ടാണ് ഒബാമ 1ാം ദിവസം തന്നെ പറഞ്ഞത്, ഞങ്ങൾ അമേരിക്ക അതിൽ ഇടപെടാം, സൈനികമായല്ല ഇടപെടാം, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ഡിവിഷൻ, അതായത് നിങ്ങൾ സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള ഈ വിഭജനം നിങ്ങൾ ആദ്യം പരിഹരിക്കണം, അതിനൊരു ചർച്ച നടത്തണം. അപ്പൊ കഴിഞ്ഞ ദിവസം നൂരി മാലിക് തന്നെ സുന്നി നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി, കുർദ് നേതാക്കന്മാർ ചർച്ചയ്ക്ക് വന്നു. പക്ഷെ അതൊന്നും ഫലപ്രദമായിട്ടില്ലെന്നാണ് മറ്റൊരു വസ്തുത. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടേതായ താല്പര്യമുണ്ട്. ആ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അമേരിക്ക പ്രവർത്തിക്കുകയുള്ളൂ. അതിൽ യാതൊരു വ്യത്യാസം നമ്മൾ കാണേണ്ടത്. തിരികെ തന്നാങ്ങളിലേക്ക് സ്റ്റാൻലി ജോണി, ഇറാഖിലെ ഇപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ യഥാർത്ഥത്തിൽ മോദി സർക്കാരിന് ഒരു പരീക്ഷണമാണ്. കാരണം 40 ഇന്ത്യക്കാരെ വിമതർ അവിടെ തടവിലാക്കിയിരിക്കുന്നു. മാത്രമല്ല ഇറാഖിലുണ്ടായ എന്ത് തരം സംഭവവികാസങ്ങളും എണ്ണ വിപണിയെ ബാധിച്ചാൽ ഇന്ത്യയെ അത് നേർക്കുനേരെ ബാധിക്കും. കാരണം ഇന്ത്യയുടെ 2ാമത്തെ എണ്ണ ഇറക്കുമതി രാഷ്ട്രമാണ് ഇറാഖ്. ഈ അർത്ഥത്തിൽ അടുത്ത് തന്നെ ഈ സംഭവവികാസങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഡോളറിനെതിരെ ഇന്ത്യയുടെ മൂല്യം ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കാര്യമായ പരിക്കേൽക്കില്ല എന്നാണ് ചില സാമ്പത്തിക വിശാരദന്മാർ പറയുന്നത്. കാരണം ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലാണ് എന്ന് പറയുന്നു. എങ്ങനെയാവും ഇറാഖിലെ സംഭവവികാസങ്ങൾ വരും ദിവസങ്ങളിൽ ഇന്ത്യയെ ബാധിക്കുക?
ഫോറക്സ് റിസർവ് മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് അന്താരാഷ്ട്ര ഓയിൽ വിപണിയിൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയെ ബാധിക്കില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്കറിയാം കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ ഇന്ത്യൻ രൂപയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും അന്താരാഷ്ട്ര ഓയിൽ വിപണി ഇന്ത്യൻ ഇക്കോണമി ഇന്ന് ഇന്റർനാഷണൽ ഇക്കോണമിയുമായി വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര ഓയിൽ വിപണിയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും ഇന്ത്യൻ ഇക്കോണമിയെ, പ്രത്യേകിച്ചും സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ഇനിയും കരകയറിയിട്ടില്ലാത്ത, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ വളർച്ച 5% താഴെയാണ്. അപ്പൊ ഇനിയും കരകയറിയിട്ടില്ലാത്ത ഒരു ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ച് ഡോളറിന്റെ വില ഇപ്പോഴത്തേതിൽ നിന്ന് $150 $160 ഒരു ബാരലിന് എന്ന നിലയിലേക്ക് ഉയരുകയാണെങ്കിൽ അത് വളരെ ദോഷകരമായി തന്നെയായിരിക്കും ബാധിക്കുക. അതൊരു ഭാഗത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇനി എങ്ങനെയാണ് ഇത് അന്താരാഷ്ട്ര ഓയിൽ വിപണിയെ തന്നെ ഇറാഖി പ്രതിസന്ധി ബാധിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇറാഖിലെ പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപങ്ങളെല്ലാം ഇറാഖിലെ സദേൺ ഇറാഖിലാണ്. അവിടേക്ക് പ്രധാനപ്പെട്ട ഓയിൽ ഫീൽഡുകളൊന്നും തന്നെ ഇതുവരെ ഈ വിമതർ പിടിച്ചടക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു ന്യായം. പക്ഷെ അത് ഈ ഇറാഖിലെ നമ്മൾ ഇപ്പോഴത്തെ ഇറാഖിന്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ ഈ ISISന്റെ സ്വാധീനം അനുദിനം വളരെ ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ISISന്റെ ഒരു സ്ട്രാറ്റജി തന്നെ അൽ-ഖ്വയ്ദ പോലുള്ള മറ്റ് മിലിറ്റന്റ് ഗ്രൂപ്പുകളെ പോലെയല്ല. അവർ ഈ ഹിറ്റ് ആൻഡ് റൺ എന്നുള്ള സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ISIS നേരെ തിരിച്ച് അവർ സീസ് ആൻഡ് ഹോൾഡ്, ഒരു പ്രദേശം അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അത് അവരുടേതാക്കി മാറ്റുക, അവിടെ അവരുടെ നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് ISISന്റെ ഒരു സ്ട്രാറ്റജി തന്നെ. അത് ഈസ്റ്റേൺ സിറിയൻ നഗരമായിട്ടുള്ള അൽ റാഖയാണ് അവർ ആദ്യമായി പിടിച്ചടക്കിയത് കഴിഞ്ഞ ഡിസംബറിൽ. അപ്പൊ അവർ അൽ റാഖയെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ബേസാക്കി മാറ്റിയിട്ടാണ് ISIS ഇറാഖിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു ചരിത്രവും ഇതുവരെയുള്ള മുന്നേറ്റവും വച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറാഖി ആർമിക്ക് ഒറ്റയ്ക്ക് ISISന്റെ ഇതുവരെയുള്ള മുന്നേറ്റത്തെ തടയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാഖി സൈന്യത്തിന് മാത്രം അത് ഇനി അങ്ങോട്ടുള്ള ISISന് മുന്നേറ്റത്തെ തടയാൻ കഴിയുമെന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. കാരണം അതുപോലെയാണ് മൊസൂൾ എന്ന് പറയുന്നത് ഇറാഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നഗരമാണ് മൊസൂളിൽ ഇറാഖി പട്ടാളക്കാർ മൊസൂൾ നഗരം വിട്ടോടിയപ്പോൾ അവരുടെ പട്ടാള യൂണിഫോം പോലും അഴിച്ചിട്ടിട്ട് ഓടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇറാഖിലെ പ്രതിസന്ധി അനുദിനം വളരെ ഗൗരവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇറാഖ്. അത് ശരിക്കും ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ വളരെ ഇന്ത്യയുടെ ഓയിൽ ഇക്കോണമിയുടെ ദൂരവ്യാപകമായിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണാതെ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിസന്ധി നമുക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഓയിൽ സപ്ലയർ ഇറാനായിരുന്നു അടുത്ത കാലം വരെ. അപ്പോ ഇറാൻ എന്ന് പറയുന്നത് ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് നോക്കുക, ഇന്നത്തെ വെസ്റ്റ് ഏഷ്യ നോക്കുക. ഇന്നത്തെ വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് രാജ്യം എന്ന് പറയുന്നത് ഇറാനാണെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രാജ്യം. മറ്റെല്ലായിടത്തും അമേരിക്കൻ ഇന്റർവെൻഷന്റെ ഭാഗമായിട്ടും അതുപോലെയുള്ള മറ്റ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജികളുടെ ഭാഗമായിട്ടും മൊത്തം വെസ്റ്റ് ഏഷ്യയിൽ കലുഷിതമായി നിലനിൽക്കുമ്പോൾ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള രാജ്യമാണ് ഇറാൻ. ആ ഇറാനായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ സപ്ലയർ. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഉപരോധത്തെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഉപരോധത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കുകയും നേരെ തിരിച്ച് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇന്റർനാഷണൽ ഓയിൽ ഇക്കോണമിയിലേക്ക് പ്രവേശിക്കുന്ന ഇറാഖിലേക്ക് നമ്മൾ തിരിയുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോങ് ടൈം സ്ട്രാറ്റജി എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഓയിൽ പോളിസിയെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. കാരണം ഇറാഖ് ഒരു കാലത്തും സ്റ്റേബിൾ ആയിരുന്നിട്ടില്ല. 2003 അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച കാലം മുതൽ ഇറാഖ് സ്റ്റേബിൾ ആയിരുന്നിട്ടില്ല. ഇറാഖിൽ ഒരു സുസ്ഥിര ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. ഇറാഖ് ചിലപ്പോൾ ശാന്തത കൈവരും, ചിലപ്പോൾ വഷളായി വരും. അപ്പോൾ 2003 ശേഷം അതിന്റെ ഏറ്റവും ദുർഘടം പിടിച്ച ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇറാഖ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചും ഈ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഇന്ത്യൻ